ഇത് ചോറിലിട്ട് വരവി കഴിക്കണം. നല്ല സൂപ്പർ കറിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല. ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ പോവാണേ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു വെണ്ടയ്ക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്യാസ് കത്തിക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കാം. ഇതിലോട്ട് ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കാം. ആദ്യമേ പാനിന് ചൂടാവട്ടെ. അത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം മതി. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എണ്ണ ഒന്ന് ചൂടായ എണ്ണയിലോട്ട് ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ. സിമ്മിലിട്ടേക്കാണ്. 1 ടേബിൾ സ്പൂൺ അരി, നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്ന അരിയില്ലേ, ഏതരിയായാലും മതി, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പേ, അതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് ചൂടായി വരട്ടെ. ഈ ചൂടായി വരുന്ന ഉഴുന്ന് പരിപ്പിലും അരിയിലോട്ടും 2 പച്ചമുളക് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തൊരു 8-9 ചെറിയ വെളുത്തുള്ളിയാണ്, അത് ഇട്ട് കൊടുത്തേ. ചെറിയ വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമല്ലേ അത്, പിന്നെ 2 ടീസ്പൂൺ മല്ലി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു മണം മാറത്തില്ലേ, ഒന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നും അരിയും എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് റെഡി ആയിക്കോളും. ഇനി ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില. ഈ ഞാൻ മീഡിയത്തിനും താഴെ വെച്ചിട്ടോ. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് 1 പിടി തേങ്ങ, അതും ഇട്ട് കൊടുക്കേ. ചെറിയ തേങ്ങ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കണ്ട. തേങ്ങ ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ മതി. നല്ല മണം വരുന്നു ഉഴുന്നിൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ. നമ്മുടെ തേങ്ങയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അത് ഫ്രൈ ആയി പോകരുതേ. ഇനി ഇതിനകത്ത് ഞാൻ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. വലിയ ബജിയില്ല, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്കൊരു കടായി ഇതിനകത്തോട്ട് വെച്ചിട്ട് വെണ്ടയ്ക്ക റെഡി വെക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. മാറ്റി വെക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. ഇനി ഒരു കടായി എടുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. കടായി ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണേ. ഇനി ഇതിനകത്ത് ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടട്ടെ. ഈ പൊട്ടിയ കടുകിലോട്ട്
ഈ റെഡിയാക്കി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയില്ലേ ഒഴിച്ചു കൊടുക്കാം. നല്ല തീ കിടക്കാണ്. ഫുൾ തീ ശേഷമാണ് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കാം. ഇതിപ്പം കവർ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കട്ടെ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് എന്നിങ്ങനെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാല ഓക്കെ ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങയൊന്നും അരിഞ്ഞു പോകരുത്. ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. കണ്ടില്ലേ ആ തേങ്ങയൊക്കെ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തുണ്ടോ. ഒന്ന് പൊടിഞ്ഞു പോകരുതേ. നമ്മൾ അരയ്ക്കുന്ന മിക്സർ അരയ്ക്കുന്ന വശമല്ല അരയ്ക്കേണ്ട, പൊടിക്കുന്ന വശം വെച്ചിട്ട് വേണം പൊടിച്ചെടുക്കണേ. നല്ല തരിതരിപ്പായി പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തേ. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയി. ഇനി ഇതിനകത്ത് ഈ 3/4 ഭാഗം വെന്ത ഈ വെണ്ടയിലോട്ട് ഒരു 10-12 ചെറുള്ളിയെ അല്ലെങ്കിൽ ചെറിയൊരു സവാള അത് 2ആയിട്ട് അരിഞ്ഞത്, ഓരോന്നും 2ആയിട്ട് അരിഞ്ഞത് അരച്ച് കൊടുത്തേ. ഉള്ളി അങ്ങ് വെന്ത് പോകരുത്, വെന്ത് കുഴഞ്ഞു പോകരുത്, നല്ല വാടി കിട്ടണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ. അരയ്ക്കൊന്നും വേണ്ട, കവർ ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, നമ്മളെ വെണ്ടയ്ക്കയും കൊച്ചുള്ളിയില്ലേ അതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു വലിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ആദ്യം ഇട്ട് കൊടുക്കല്ലേ, അവസാനം നിമിഷം ഇട്ട് കൊടുക്കാം. കാര്യം ഇത് കുഴഞ്ഞ് വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞ് ഇതായിട്ട് വരും. ഇത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പോയി കൊടുക്കണേ. ഇനി നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കവർ ചെയ്ത് കൊടുത്താൽ മതി. തീ മീഡിയത്തിനും താഴെ കിടക്കാൻ, സിമ്മിലല്ല മീഡിയത്തിനും താഴെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിന് 2 മിനിറ്റ് കിടക്കാം. വെണ്ടയ്ക്ക മസാല നോക്കിയാലോ. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് തക്കാളി ഉണ്ട്, തക്കാളി കുഴഞ്ഞു പോകരുത്. ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് മാത്രമേ കിട്ടാവുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പൊടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന മസാലയില്ലേ അതിട്ട് കൊടുക്കാം. എന്ത് മണമായി മസാലയ്ക്ക്, നല്ല മണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വെണ്ടയ്ക്ക് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, കുഴഞ്ഞു പോയിട്ടില്ല. തക്കാളി അതുപോലെ തന്നെ, കൊച്ചുള്ളി അതുപോലെ തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലായിരുന്നു, കുരുമുളകിൻ്റെ പൊടി ഞാൻ എല്ലാം പൊടിച്ചു കളഞ്ഞേ. അതിൻ്റെ പൊടി മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ കുരുമുളക് നമ്മൾ മല്ലി വറുക്കത്തില്ലേ, ആ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതുകൊണ്ട് ഇപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത്
2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ എന്തു മണമായത്, സൂപ്പർ മണം. ഇതിങ്ങനെ കിടക്കട്ടെ. ഇതൊരു തീ സിമ്മിലിട്ടേനെ. സിമ്മിലിട്ടിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചിട്ടേക്കാം. അങ്ങനെ കിടക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ വെണ്ടയ്ക്ക നോക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. 2 മിനിറ്റ് ആയിട്ടില്ല, 2 മിനിറ്റ് ആവാറായേ. നോക്കാം. നല്ല മണം. ഞാൻ ഗ്യാസ് ഓഫാക്കണേ. ഗ്യാസ് ഓഫാക്കി സിമ്മിലേ കിടക്കാമല്ലേ. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട്. ടേസ്റ്റാണ്. ഞാനിത് കുറച്ച് ചോറിനകത്തിട്ട് കാണിച്ചേ. ചപ്പാത്തിക്കും നല്ലൊരു കറിയാണിത്. കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോറിലിട്ട് കറി കഴിക്കണം. നല്ല സൂപ്പർ കറിയാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടും ഇത് കറി. അത്ര നല്ല. പിന്നെ എരി നോക്കുക. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട്